Jesus, the reason for the season. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേർഡ് ടു ഓൾ വോയിസ് സൂം പ്ലാറ്റ്ഫോമിൽ കൂടി ഈ ചെറിയ സന്ദേശം ശ്രദ്ധിക്കുന്ന ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവർക്ക് ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു. ഈ ആണ്ടിന്റെ അവസാനത്തിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുന്ന ഈ സമയം നാം വളരെ പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും കൂടെ ആരംഭിച്ച ഈ ആണ്ടിന്റെ അവസാനത്തിലാണല്ലോ നാം എത്തിയിരിക്കുന്നത്. ഹബക്കൂക്ക് 2-ാം അധ്യായത്തിൽ ഇങ്ങനെ വിപ്ലവ ഗീതം പാടിയപ്പോൾ, കർത്താവെ, നിന്നെക്കുറിച്ച് ഞാൻ ഒരു കേൾവി മാത്രം കേട്ടിരിക്കുന്നു. യഹോവേ, ആണ്ടുകൾ കഴിയും മുമ്പ് നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. അതേ, ആണ്ടുകൾ കഴിയും മുമ്പ് നിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തണമേ എന്ന് ഹബക്കൂക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതായിട്ട് നാം കാണുവാൻ കഴിയുന്നുണ്ട്. ഈ പ്രോഗ്രാം തീരുന്നതിന് മുമ്പ് ദൈവത്തിന് നമ്മിൽ ചില പ്രവൃത്തികൾ ജീവിപ്പിക്കാനുണ്ട്. ദൈവത്തിന് ചില പ്രവൃത്തികൾ വെളിപ്പെടുത്താനുണ്ട്. നാളുകളായി പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ ഭാരങ്ങൾ, വേദനകൾ, നിരാശകൾ മാത്രം മുൻപിൽ നിൽക്കുമ്പോഴും വിശ്വാസത്തോടെ പറയട്ടെ, കഴിയുന്നതിന് മുമ്പ് ദൈവത്തിന്റെ പ്രവൃത്തി ശരീരത്തിൽ ജീവിക്കുവാൻ, കഴിയുന്നതിന് മുമ്പ് ദൈവത്തിന്റെ പ്രവൃത്തി ആത്മമണ്ഡലത്തിൽ ജീവിക്കുവാൻ, ഈ പ്രോഗ്രാം തീരുന്നതിന് മുമ്പ് ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ഭൗതിക മണ്ഡലത്തിൽ ജീവിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ ശക്തിയോടെ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ആകയാൽ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവ് ചലിച്ചു തുടങ്ങട്ടെ. ഇപ്പോൾ തന്നെ വചനത്തിന്റെ മേൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിപ്പാനിടയാകട്ടെ. കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അനേകര് അത്ഭുതങ്ങൾ കാണുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. എന്നാൽ കർത്താവ് വിളിച്ചവരെ കർത്താവ് അത്ഭുതങ്ങളാക്കി മാറ്റിയെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കർത്താവിനെ വിളിച്ചവർക്ക് കർത്താവ് വെളിച്ചം പകർന്നു കൊടുത്തിട്ടുണ്ട്. എന്നാൽ കർത്താവ് വിളിച്ചവരെ ദൈവം വെളിച്ചങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. ദൈവത്തിന്റെ തേജസ് കൊണ്ട് ഇന്ന് രാത്രിയിൽ ഈ സമയം നാം നിറയപ്പെടാൻ ദൈവസേനയിൽ വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്കായിരിക്കാം. കഴിയുന്നതിന് മുമ്പ് ജീവിപ്പിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ്, കഴിയുന്നതിന് മുമ്പ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്ന ആത്മാവ്, സമയം കഴിഞ്ഞു പോയല്ലോ, നാളുകൾ പിന്നിട്ട് പോയല്ലോ, ആരോഗ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇപ്പോൾ തന്നെ ചലിച്ച് ചില ജീവിപ്പിക്കുന്ന പ്രവൃത്തി നാം ഈ ദിവസങ്ങളിൽ കാണാൻ പോവുകയാണ്. കർത്താവ് അതിനിടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇടയായി തീരട്ടെ. നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഇത് ഈ വർഷത്തിന്റെ അവസാനത്തെ ഡിസംബർ മാസമാണ്. ഈ ദിവസങ്ങളിൽ ലോകം വ്യാപകമായി യേശുക്രിസ്തുവിന്റെ ജനനത്തെ കൊണ്ടാടുന്ന സമയം കൂടി ആകുകൊണ്ട് അതിനോട് ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ ഓർപ്പിച്ച് ഈ വർഷാവസാനത്തിൽ ഒരു ചെറിയ സന്ദേശം പറയുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്: നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു എന്നാണ് കാണുവാൻ കഴിയുന്നത്. ഇംഗ്ലീഷ് ആൽഫബറ്റിൽ എക്സ് എന്ന് പറയുന്ന വാക്കും മാസ് എന്ന് പറയുന്ന വാക്കും കൂടെ ചേർന്നാണ് ക്രിസ്മസ് എന്ന് ലോകത്തിൽ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എക്സ് അനേക കാര്യങ്ങൾക്ക് വേണ്ടി പലപ്പോഴും ഉപമിക്കാറുണ്ടെങ്കിലും ഇവിടെ എക്സ് എന്ന് പറയുന്നത് ക്രൈസ്റ്റിനെ കാണിക്കുന്നു. അത് വലിയ എക്സായിട്ടാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. വലിയവനായ ദൈവം ഈ ലോകത്തിൽ വന്ന ആ കർത്താവിനെ മാസ് ചെയ്യുക എന്നുള്ളതാണ് ക്രിസ്മസ് കൊണ്ട് ആ പദം നമ്മളെ മനസ്സിലാക്കി തരുന്നത്. മാസ് എന്ന് പറയുന്നത് ഒരു ആരാധനയാണ്. വലിയ യക്ഷിനെ മാസ് ചെയ്യുക എന്നും കൂടെ ഇതിന് ഒരു അർത്ഥമാണ് ദൈവത്തിൽ നിന്ന്, വചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. വലിയവനായ ദൈവത്തെ മാസ് ചെയ്യുക, മാസ് ആരാധനയാണ്. എന്നാൽ പലപ്പോഴും ക്രിസ്മസ് എന്ന് പറയുന്ന
ഈ ലോകത്തിലെ ഇപ്പോഴത്തെ ചടങ്ങുകളെല്ലാം നക്ഷത്രം തൂക്കിയിടുന്നതും വിളക്കുകൾ കത്തിക്കുന്നതും വിവിധ നിലയിലുള്ളതായിരിക്കുന്ന ആഘോഷങ്ങൾ പങ്കെടുക്കുമ്പോഴും യഥാർത്ഥമായ ആരാധനയിൽ നിന്ന് മനുഷ്യൻ അകന്നു മാറി അത് പാപത്തിന്റെ വഴികളിലേക്ക് തള്ളിവിടുന്ന നിലയിലേക്കാണ് നാം കാണുവാൻ കഴിയുന്നത്. ആകയാൽ ഈ ക്രിസ്മസ്, ഈ ചെറിയ സന്ദേശത്തിൽ നാം കേൾക്കുമ്പോൾ യഥാർത്ഥമായി വലിയവനായ ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് ആരാധിക്കുവാനും മനസ്സുകൊണ്ട് ആരാധിക്കുവാനും ആത്മാവ് കൊണ്ട് ആരാധിക്കുവാനും ജീവിതത്തിൽ ഇടയായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വലിയ ആരാധന, ശാരീരിക ആരാധന, ക്രിസ്തുവിന്റെ അനൗചോരികമായ നാമമാണ് ക്രിസ്മസ് എന്ന് പറയുന്ന എക്സ്മാസ്. മാസം എന്ന് പറയുന്നതിന് 24-ലധികം പര്യായങ്ങൾ ഡിക്ഷണറിയിൽ കാണുവാൻ കഴിയുന്നുണ്ട്. കുർബാന, കൂട്ടം, കൂട്ടിച്ചേരുക, തിരുവത്താഴം, ദിവ്യബലി എന്നിങ്ങനെ അനേക വാക്കുകൾ അതിന് പര്യായമായി കാണുവാൻ കഴിയുന്നുണ്ട്. ദൂതന്മാര് ഈ ദൈവത്തെ ആരാധിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 10-ൽ ദൂതന്മാർ അവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനിരിക്കുന്ന മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷീകരിക്കുന്നു എന്ന് ലൂക്കോസ് 2:10 വായിക്കുന്നുണ്ട്. ലൂക്കോസ് 2:10 മുതൽ 13 വരെയും 20-ാമത്തെ വാക്യം വരെയൊക്കെ വായിക്കുമ്പോൾ ഇതിനകത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന ആരാധനയുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട്. മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിൽ കിഴക്കുനിന്ന് വിദ്വാൻമാർ യേശുക്രിസ്തുവിന്റെ നക്ഷത്രം കണ്ട് ആ കർത്താവിനെ ആരാധിപ്പാൻ, യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെ ആരാധിപ്പാനായിട്ടാണ്, അവനെ നമസ്കരിപ്പാനായിട്ട് പുറപ്പെട്ടതെന്നാണ് വായിക്കുന്നത്. അവർ കൊട്ടാരത്തിൽ ചെന്നു, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവന്റെ നക്ഷത്രത്തെ കണ്ട് അവനെ ആരാധിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറയുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ വിദ്വാൻമാർ വന്ന ആ സന്ദർഭത്തിൽ ഹേരോദാവ് ഭയപ്പെട്ടു, ഭ്രമിച്ചുപോയി. ഞാൻ രാജാവായിരിക്കുമ്പോൾ മറ്റൊരു രാജാവോ? അവരോട് പറഞ്ഞു, നിങ്ങൾ അവനെ കണ്ടെത്തിയാൽ എന്നെ വന്ന് വിവരം അറിയിക്കണം, ഞാനും അവനെ പോയി ആരാധിക്കാനായിട്ട് താല്പര്യമുണ്ട് എന്ന് പറയാനിടയായി. ആ വിദ്വാൻമാര് നക്ഷത്രത്തെ അനുഗമിക്കുവാൻ പിന്നത്തേതിൽ തീരുമാനിച്ചു. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, അവർ ആ നക്ഷത്രത്തെ അനുഗമിച്ചുകൊണ്ട് യാത്ര തിരിച്ചു. നക്ഷത്രം ആ വീട്ടിൽ ചെന്നു നിൽക്കുന്നത് വരെയും അവർക്ക് വഴികാട്ടിയായി തീർന്നുകൊണ്ടിരുന്നു. 11-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ആ വീട്ടിൽ ചെന്ന ശിശുവിനെ അമ്മയായ മറിയോടുകൂടെ കണ്ടു വീണ് അവനെ നമസ്കരിച്ചു. നിക്ഷേപപാത്രങ്ങളെ തുറന്ന് അവനെ പൊന്നും കുന്തിരിക്കവും മൂരും കാഴ്ചവെച്ചു. അനേക കാര്യങ്ങൾ അതിനോട് വ്യാഖ്യാനിക്കാനുണ്ടെങ്കിലും സമയമില്ലാത്തതുകൊണ്ട് പറയുകയാണ്. വിദ്വാൻമാർ ഒന്നാമതായി പൊന്ന്, മൂര്, കുന്തിരിക്കം ഇവ കാഴ്ചവെച്ച് ദൈവത്തെ, ക്രിസ്തുവിനെ ആരാധിച്ചു എന്ന് നമ്മൾ അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. യഥാർത്ഥമായി ഒന്നാമത്തെ ആരാധന വിദ്വാൻമാരുടെ മാസായിരുന്നു. ആ ആരാധന സകലതും ദൈവത്തിന്റെ മഹത്വത്തിനൊത്തവണ്ണം അവർ അർപ്പിച്ച് ആരാധിച്ചതായി കാണുവാൻ കഴിയുന്നുണ്ട്. ലൂക്കോസ് 2:20 ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഇടയന്മാരുടെ ആരാധനയെക്കുറിച്ച് നമ്മൾ അവിടെ കാണുന്നുണ്ട്. ആ ഇടയന്മാർ ദൂതൻ പറഞ്ഞതനുസരിച്ച് ബേഥലേയം വരെ ചെന്നു. ആ ദൂതന്മാരെ ആരാധിക്കുന്ന ദൂതന്മാരോട് ചേർന്ന് ഇടയന്മാരും അവനെ ആരാധിക്കുന്നതായിട്ട് 2:20 നമ്മൾ വായിക്കുന്നുണ്ട്. സ്തോത്രം. തക്ക സമയത്ത് നിവർത്തിപ്പാനുള്ള ഈ വാക്ക്, ആമേൻ, സ്തോത്രം, വിശ്വസിക്കാൻ തക്കവണ്ണം അവരുടെ ജീവിതത്തിൽ ഇടയായി തീർന്നെങ്കിൽ ദൂതന്മാർ ദൈവത്തെ ആരാധിക്കുന്ന ആരാധന നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അഞ്ചാമതായിട്ട് ശിമ്യോൻ ദൈവത്തെ ആരാധിക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ആത്മനിയോഗപ്രകാരം ശിമ്യോൻ ദേവാലയത്തിലേക്ക് ചെന്നു. കുഞ്ഞിനെ കയ്യിലേന്തി ദൈവത്തെ മഹത്വപ്പെടുത്തി കർത്താവിനെ ആരാധിച്ചു. എന്നിട്ട് അവൻ പറയുകയാണ്, നാഥാ, ഇപ്പോൾ സ്തോത്രം, എന്നെ സമാധാനത്തോടെ വിട്ടയക്കുക എന്ന് കാണുന്നു. ശിമ്യോൻ ആത്മ നിറവുള്ളവനും ഇസ്രായേലിന്റെ രക്ഷയ്ക്ക് വേണ്ടി, വീണ്ടെടുപ്പിന് വേണ്ടി കാത്തിരുന്നവനുമായിരുന്നു എന്നവിടെ കാണുന്നുണ്ട്. സ്തോത്രം. ആറാമതായിട്ട് അന്ന എന്ന ഒരു പ്രവാചകി
ദൈവത്തിന്റെ ആലയത്തിൽ സ്വോത്രം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. ലൂക്കോസ് 2-ാം അധ്യായത്തിന്റെ 36 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് അത് കാണുവാൻ കഴിയുന്നുണ്ട്. അന്നായും അവരോട് ചേർന്ന് കർത്താവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു. 104 വയസ്സോളമുള്ള അന്നായും കർത്താവിനെ അവിടെ ആരാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ലൂക്കോസ് 2:28 വായിക്കുമ്പോൾ അവിടെ യെരുശലേമിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാവരും കർത്താവിനെ ആരാധിക്കുന്നു. അത് സ്തോത്രം സഭയുടെ ആരാധനയാണ്. അങ്ങനെയെങ്കിൽ ക്രിസ്മസ് എന്ന് പറയുന്ന ഈ മഹത്വമേറിയ ഈ ദിവസങ്ങളിൽ ആഘോഷകരമായ പല കാര്യങ്ങൾ ചെയ്യുന്നത് ദൈവവചനത്തിന് വിരുദ്ധവും ദൈവത്തിന്റെ ആത്മാവിന്റെ ദുഃഖത്തിന് കാരണവുമാകും. ക്രൈസ്തവ ലോകം പല നിലയിൽ ആരാധിക്കുമ്പോൾ യഥാർത്ഥമായ ക്രിസ്തുവിന്റെ ആരാധനയ്ക്ക് വേണ്ടി ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തെ നാം സമർപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ നിശ്ചയമായും നമ്മുടെ ആരാധന ദൈവം അംഗീകരിക്കുകയും നാം ആരാധനയാൽ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായിത്തീരുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. അതിന് ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഇടയാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. ആകയാൽ ആ വലിയ കർത്താവിനെ ഹൃദയം കൊണ്ട്, ആത്മാവ് കൊണ്ട്, ശരീരം കൊണ്ട്, പൂർണ്ണ ശക്തി കൊണ്ട് ആരാധിക്കുന്ന ആരാധനയുടെ ഒരു മാധുര്യം ഈ 2024 ഈ ദിവസങ്ങളിൽ ഓരോ ഹൃദയങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഹൃദയത്തിൽ യേശു ജനിക്കുന്ന ഒരു ആത്മീയ അനുഭവങ്ങൾ ഉണ്ടാകണം. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അവൻ അധികാരം കൊടുത്തുവെന്ന് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. റോമാലേഖനം 10-ാം അധ്യായത്തിന് 9-10 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. രക്ഷിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ജനം ഹൃദയം കൊണ്ട് വിശ്വസിക്കാനും യേശു എന്റെ പാപത്തിനു വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ചു എന്ന് വിശ്വസിക്കുവാൻ കഴിയുമെങ്കിൽ ആ ക്രിസ്തു നമ്മുടെ ഉള്ളത്തിൽ ജനിക്കുവാൻ ഇടയായിത്തീരും. അവനെ ആത്മാവിൽ ആരാധിച്ച് അവനു വേണ്ടി ജീവിതം വിശുദ്ധമായി സമർപ്പിക്കുമെങ്കിൽ നിശ്ചയമായി നാം അനുഗ്രഹിക്കപ്പെടാൻ ഇടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. ദൈവമായ കർത്താവ് അതിന് കൃപ ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ഈ വർഷത്തിന്റെ അവസാനത്തിൽ എത്തിയിരിക്കുന്ന നമ്മെ ഇവിടം വരെ ദൈവം കൊണ്ടുവന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം പറയാനിടയാകണം. ആവർത്തന പുസ്തകം 1-ാം അധ്യായത്തിന് 31-ാമത്തെ വാക്യത്തിൽ ഇവിടം വരെ എത്തിച്ച ദൈവം ഒരു മനുഷ്യന്റെ മകനെ വഹിക്കുന്നത് പോലെ ഇവിടം വരെ നിങ്ങളെ കൊണ്ടുവന്നുവല്ലോ എന്ന് തിരുവചനത്തിൽ പറയുന്നുണ്ട്. സ്തോത്രം. കഴിഞ്ഞ ഒരു വർഷക്കാലം എത്രയോ ദുരന്തങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും അനേക പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ നേരിട്ടപ്പോഴും ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഒരു അപ്പൻ തന്റെ മകനെ വഹിക്കുന്നത് പോലെ ചുമലിൽ ഏറ്റുകൊണ്ടുവന്ന് ഇവിടം വരെ കൊണ്ടുവന്നത് നാം കണ്ടുവല്ലോ. പ്രിയമുള്ളവരെ, വീണുപോകാമായിരുന്ന, താണുപോകാമായിരുന്ന, പ്രയാസങ്ങളിൽ അകപ്പെട്ടു പോകാമായിരുന്ന ഇടങ്ങളിൽ കർത്താവ് തന്റെ കരങ്ങളിൽ നമ്മെ വഹിക്കുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. ആവർത്തന പുസ്തകം 1-ാം അധ്യായത്തിന് 30-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ സ്തോത്രം, ആ കൊണ്ടുവന്ന ദൈവം 2025 നമ്മുടെ മുമ്പിൽ നടക്കുന്ന ദൈവം കൂടെയാണ്. ആവർത്തനം 1:30 പറയുന്നു, നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളുടെ മുമ്പിൽ നടക്കുന്നു. അവൻ നമ്മളെ ഇവിടെ വരെ കൊണ്ടുവരിക മാത്രമല്ല, പുതിയ വർഷത്തിൽ പ്രവേശിക്കാൻ ദൈവം നമുക്ക് ഭാഗ്യം തരുന്നെങ്കിൽ അവൻ നമ്മുടെ മുൻപിൽ നടക്കുന്ന ദൈവമാണ്. അവൻ നമ്മുടെ മുമ്പിൽ നടക്കുന്നത് സ്തോത്രം ബലഹീനനായിട്ടല്ല. ആവർത്തന പുസ്തകം 9-ാം അധ്യായം 3-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ നിങ്ങളുടെ ദൈവമായ യഹോവ ദഹിപ്പിക്കുന്ന അഗ്നിയായി നിങ്ങളുടെ മുമ്പിൽ കടന്നു പോകുന്നു. അവൻ നിങ്ങളുടെ മുമ്പിൽ ചെന്നിട്ട് നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന ജാതിക ശക്തികളെ തകർത്തുകൊണ്ട് ദേശത്തെ നിങ്ങൾക്ക് അവകാശമായി തരുവാൻ അവൻ യുദ്ധവീരനായി കടന്നു പോവുകയാണ്. ആ ദൈവം ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിൽ കൂടി നടത്തിയപ്പോൾ പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, രാവും പകലും അവർ യാത്ര ചെയ്യുവാൻ ദൈവം അവർക്കൊരു മേഘമായി ഒരു അഗ്നിത്തൂണായിരുന്നുവെങ്കിൽ 2024 ഈ 12-ാം മാസം ദൈവം നമുക്ക് മരുഭൂമിയിൽ തണലായിരുന്നു. അപ്പോൾ തന്നെ നമുക്ക് വെളിച്ചമായിരുന്നു. ആ ദൈവമാണ് നമ്മുടെ മുമ്പിൽ കടന്നു പോകുന്നത്. ആ ദൈവത്തിന്റെ ശബ്ദത്തെ, ആ ദൈവത്തിന്റെ ഹിതത്തെ, ആ ദൈവത്തിന്റെ
ആ പൂർണ്ണമായ ആ ദൈവത്തിന്റെ പദ്ധതികളെ തിരിച്ചറിയുവാൻ കഴിയുന്നുവെങ്കിൽ നിശ്ചയമായി നമ്മുടെ ജീവിതം സന്തോഷവും സമാധാനവും അനുഗ്രഹപൂർണമായിരിക്കാൻ കഴിയും. ദൈവമായ കർത്താവ് കേൾവിക്കാരായ ഏവർക്കും അതിനിടയാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലഘു സന്ദേശം ഞാനിവിടെ നിർത്തുന്നു. സ്തോത്രം. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഒരു വാക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്ത് ഈ ചെറിയ സന്ദേശം യേശുക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് ആമേൻ ആഘോഷിക്കുന്ന ഈ നാളുകളിൽ ആ കർത്താവിനെ ശക്തിയോടെ ആരാധിപ്പാനും ആ ശക്തിയോടെ ആ ദൈവത്തിന് വേണ്ടി ആമേൻ മഹത്വം അർപ്പിക്കാനും ഏവർക്കും ദൈവം കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ വർഷത്തിന്റെ അവസാനത്തിൽ വന്നിരിക്കുന്നവർക്ക് ദൈവത്തിന്റെ പ്രവൃത്തി കാണാൻ അവിടുന്ന് കൃപ ചെയ്താട്ടെ. പുതിയ ഒരു വർഷം തരുന്നെങ്കിൽ ഇവിടം വരെ കൊണ്ടുവന്ന ദൈവം യുദ്ധവീരനായി മുമ്പിൽ നടന്ന് ദുർഘടങ്ങളെ നേരെയാക്കി ഇരുമ്പാടാമ്പളെ തകർത്ത് താമ്രക്കത്തെ ഉടച്ച് തന്റെ ജനത്തിന് അത്ഭുതങ്ങളുടെ വഴികൾ തുറന്ന് സഹായിക്കണമെന്നും ദൈവസേനയിൽ പ്രാർത്ഥിക്കുന്നു. ഇതിന് മുഖാന്തരമായ പ്രിയപ്പെട്ടവരെല്ലാം അനുഗ്രഹിക്കും. നീ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം. പ്രാർത്ഥന ഘടനായി സ്തുതിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു.